താണ്. അതായത് നമ്മൾ ആദ്യം കേട്ടതുപോലെ തന്നെ കരുനീക്കങ്ങൾ പല തട്ടിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് മുൻപേ തുടങ്ങിയതാണ്. അത് ഇപ്പോൾ അതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകളായി വിവരങ്ങളായി ഇത്തരം അഭിമുഖങ്ങൾ ഉൾപ്പെടെ വരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ സുരേഷ് കുറുപ്പും വി എൻ വാസവനും തമ്മിൽ നേരിട്ട് ഒരു ഏറ്റുമാനൂർ സാക്ഷ്യം വഹിക്കേണ്ട ഒരു പക്ഷേ സമീപകാലത്തെ ഏറ്റവും വലിയൊരു ഫൈറ്റ്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടത്തിന് ഏറ്റുമാനൂർ കളമൊരുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരു നേതാക്കൾക്കുമിടയിൽ പലതരത്തിലുള്ള ആശയഭിന്നതകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉള്ളതാണ്. അത് നേരത്തെ തന്നെ പല ഘട്ടത്തിലും വാർത്തകളായി ഒക്കെ വന്നിട്ടുമുള്ളതാണ്. അവിടെയാണ് സുരേഷ് കുറുപ്പിനെ പോലൊരു നേതാവ് CPM ജില്ലാ ചുമതലകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനൊരു കഴിഞ്ഞ കുറച്ചു കാലമായി ഇങ്ങനെ നിൽക്കുന്നത്. അവിടെയാണ് ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് സമീപിക്കുകയും ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ജോസഫ് ഗ്രൂപ്പുമായി ആശയവിനിമയം നടത്തി സുരേഷ് കുറുപ്പ് വരികയാണെങ്കിൽ ഏറ്റുമാനൂർ സീറ്റ് നൽകാം എന്ന ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. പകരം ഒരു സീറ്റ് അവർ ചോദിക്കുന്നുണ്ട്. പൂഞ്ഞാറ് പോലുള്ള സീറ്റാണ്. അത് ഒരുപക്ഷെ നൽകുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റുമാനൂർ പിടിക്കാം സുരേഷ് കുറുപ്പ് എത്തിയാൽ. വാസവനാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. പക്ഷേ കുറുപ്പിനെ ഇറക്കിയാൽ ആ മണ്ഡലം പിടിക്കാം എന്നൊരു കണക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BDJSന്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല അവിടെ മത്സരിച്ചത്. BJPക്ക് വളരെ കുറച്ച് വോട്ടായിരുന്നു അവിടെ ലഭിച്ചത്. ആ സാഹചര്യം ഒക്കെ കൊണ്ടാണ് അവിടെ CPM ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് 5000 വോട്ടോളം പിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതൊക്കെയാണ് അവിടെ പ്രതിസന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് സൃഷ്ടിച്ചതെന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ വാസവൻ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി നിന്നാൽ പോലും കുറുപ്പെത്തിയാൽ, സുരേഷ് കുറുപ്പെത്തിയാൽ ആ മണ്ഡലം പിടിക്കാം. അതായത് കുറുപ്പിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു. 1984 SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സുരേഷ് കുറുപ്പ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിക്കുന്ന ഏക CPM MP എന്ന ഇമേജ് ഉണ്ടാക്കുകയും ചെയ്തത്. അവിടെയായിരുന്നു സുരേഷ് കുറുപ്പിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് പരാജയപ്പെട്ടെങ്കിലും 98ലും 99ലും അദ്ദേഹം വീണ്ടും കോട്ടയം ലോക്സഭ MP ആയി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 2004 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റുമാനൂരിൽ നിന്ന് അദ്ദേഹം 2 തവണ MLA ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറുപ്പിന് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു പ്രഭാവം, കുറുപ്പ് വന്നാൽ ജയിക്കും എന്ന രീതിയിൽ പൊതുവെ കോട്ടയത്ത് ഒരു ഇമേജ് ഉള്ളതാണല്ലോ. അപ്പോൾ ഏറ്റുമാനൂരിൽ അദ്ദേഹം വന്നാലും ആ ഒരു ഇമേജ്, അദ്ദേഹത്തിന് പാർട്ടികൾക്ക് അതീതമായിട്ടുള്ള ഒരു പ്രതിച്ഛായയുണ്ട് സുരേഷ് കുറുപ്പിന്. അതിപ്പോഴും ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ CPMുമായി കുറുപ്പ് പിണങ്ങിക്കഴിഞ്ഞു എന്ന കാര്യം. അത് പൊതുവെ ഇന്നലത്തെ ആ ലേഖനത്തോടു കൂടി തന്നെ അക്കാര്യം വ്യക്തമാകുന്നു. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ കുറുപ്പിനെതിരെ രംഗത്തെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിണക്കം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറുപ്പിന് തെരഞ്ഞെടുപ്പ് ജയിക്കുവാൻ കഴിയും എന്നുള്ള പ്രതിച്ഛായ കൂടി ഉപയോഗപ്പെടുത്താൻ പോവുകയാണ്. ഇതല്ലേ കൃത്യമായിട്ട് നടക്കുന്ന ഒരു നീക്കത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ശ്രീയുത്ത്? തീർച്ചയായും മഞ്ജുഷ് അത് കൃത്യമായി തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് കുറുപ്പിന്റെ പിണക്കം അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് കുറച്ച് കാലമായുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ തന്നെ പോലും കുറുപ്പിന് പിണക്കങ്ങളുണ്ട്. ആ പിണക്കങ്ങളുടെ തുടർച്ചയാണ് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഫലത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ നടക്കം മാറി നിൽക്കുന്ന സാഹചര്യം ഇതെല്ലാം കോൺഗ്രസ് മനസ്സിലാക്കിയിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ മുന്നേ ഒരു കരുനീക്കം കോൺഗ്രസ് നടത്തിയത്. ഇപ്പോൾ അത് പ്രത്യക്ഷത്തിൽ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഞ്ജുഷ് ചൂണ്ടിക്കാണിച്ച പോലാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വലിയ പ്രവർത്തന രീതിയൊന്നും മണ്ഡലത്തിൽ കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും കുറുപ്പ് ഒരു സ്ഥാനാർത്ഥിയായി വന്നാൽ കുറുപ്പിന് വോട്ട് കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമായി ഉയർന്നു വരുന്ന കാഴ്ച തന്നെയാണുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള നേതാവാണ് സുരേഷ് കുറുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. പലതവണ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം മഞ്ജുഷ് ചൂണ്ടിക്കാണിച്ച പോലെ 84 തെരഞ്ഞെടുപ്പിന്റെ കാര്യം അടക്കം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു സാഹചര്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് പരിചയമുള്ള നേതാവ്, ജനങ്ങളെ സമീപിക്കണം, എങ്ങനെ സമീപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിചയമുള്ള നേതാവ്, ഇങ്ങനെയെല്ലാമുള്ള പൊതു ഇമേജ് ഉള്ള നേതാവ്, അത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും UDF വോട്ടുകൾ മാത്രമല്ല, അപ്പുറത്ത് CPMൽ നിന്നും BJPയിൽ നിന്നും ഒക്കെ വോട്ടുകൾ ചോർന്നെത്തി കുറുപ്പിനെ ഏറ്റുമാനൂരിൽ വിജയിക്കാം എന്നുള്ള ഒരു ഫോർമുലയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഏതാണ്ട് വിജയത്തിലോട്ട് അടുക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഏറ്റവും ഇതിൽ വിഘാതമായി നിൽക്കാവുന്ന ഒരു ഘടകം, അത് ഈ സിറ്റിംഗ് ഫലത്തിൽ ഇവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് കുറുപ്പെത്തിയാൽ ആ സീറ്റ് വിട്ടു നൽകാം എന്ന നിലയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പകരം സീറ്റായി പൂഞ്ഞാർ അവർ
ചോദിക്കുന്നുമുണ്ട്. ശരി ശ്രീ, ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ ടെലിഫോണിനായി ചേരുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇക്കാര്യം കുറച്ച് നാളുകളായി അന്തരീക്ഷത്തിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം നിഷേധിക്കുന്നുമില്ല. ഇന്നലെ കുറുപ്പിന്റെ ലേഖനം മാതൃഭൂമിയിൽ വന്നതോടുകൂടി കുറുപ്പ് CPM-മായി ഏതാണ്ട് അകന്നു കഴിഞ്ഞു എന്ന കാര്യം വ്യക്തമാണല്ലോ. അതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തുറന്നു പറച്ചിൽ ഈ കഴിഞ്ഞ ജനുവരിയിലും ഉണ്ടായതാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ നേതൃനിരയിലേ ഇല്ലാത്ത ഒരു നേതാവാണ്. പക്ഷേ ഒരു സൗമ്യ സാന്നിധ്യം എന്ന രീതിയിൽ സുരേഷ് കുറുപ്പ് പൊതുമണ്ഡലത്തിൽ ഉണ്ട്. അദ്ദേഹം ജനകീയനാണ്. 2 തവണ ഏറ്റുമാനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ലോക്സഭയിൽ അദ്ദേഹം കോട്ടയത്ത് തിളങ്ങുന്ന വിജയം കാഴ്ചവെച്ചതാണ് LDF-ന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചർച്ചയുണ്ടല്ലോ, കോൺഗ്രസ് കുറുപ്പിനെ ആഗ്രഹിക്കുന്നു ഏറ്റുമാനൂരിൽ സ്വതന്ത്രനായിട്ട്. ഇത് ഒരു നല്ല ചോയ്സ് ആണല്ലോ കോൺഗ്രസിനുള്ളത്. അതിലൊരു തടസ്സം കാണുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ UDF-ൽ? തടസ്സം എനിക്ക് തോന്നുന്നു UDF-ൽ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളോ ആരും അതിനെ എതിർക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ സുരേഷ് കുറുപ്പിന്റെ ചില ബന്ധങ്ങൾ ഉണ്ടല്ലോ, പാർട്ടിയായിട്ടുള്ള ഇത്രയും ദീർഘനാളത്തെ ഒരു ബന്ധം. അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിട്ട് എതിർപാളയത്തിലേക്ക് പോകും എന്ന് കരുതാൻ, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തെ അറിയുന്ന നമുക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, സത്യത്തിൽ സുരേഷ് കുറുപ്പ് വരാൻ തയ്യാറായാൽ UDF-ന് കിട്ടുന്ന വലിയൊരു പ്രൈസ്ഡ് ക്യാച്ച് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ തരത്തിലുള്ള വലിയൊരു നേട്ടമാണ്. മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ഒരാളെ ഏറ്റുമാനൂരിൽ നിർത്തിയാൽ തീർച്ചയായിട്ടും VN വാസവൻ നിന്നാൽ പോലും സുരേഷ് കുറുപ്പ് നല്ലൊരു വോട്ട് ക്യാച്ചറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും താല്പര്യമാണ്. അദ്ദേഹത്തിന്റെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, അതുപോലെ തന്നെ വളരെ എന്താ പറയാ, അദ്ദേഹത്തിന് പൊതുമണ്ഡലത്തിലുള്ള ഒരു സ്വീകാര്യത ഒരുപക്ഷെ വലിയൊരു ഘടകമായിരിക്കും. അദ്ദേഹത്തിന് ഏറ്റുമാനൂർ കിട്ടിയാൽ ഏറ്റുമാനൂർ മാത്രമല്ല, അത് കോട്ടയം ജില്ലയിൽ മൊത്തത്തിൽ UDF-ന്റെ പ്രോസ്പെക്ട്സ് വർദ്ധിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും തലപ്പൊക്കമുള്ള ഒരു നേതാവാണ്, അത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവാണ്. മാത്രമല്ല, ഇപ്പൊ അദ്ദേഹം LDF-ൽ വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. മാത്രമല്ല, കുറെ കാലമായിട്ട് അദ്ദേഹത്തെ കോട്ടയം ജില്ലയിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. VN വാസവൻ അടക്കമുള്ള അവിടുത്തെ LDF നേതാക്കൾക്ക് ഇദ്ദേഹം ഒരു ഭീഷണിയാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തെ എന്തുകൊണ്ടും അദ്ദേഹം സ്വീകാര്യനായിരുന്നില്ല. ഈ ഒഴിവാക്കലും ഒതുക്കലും തുടങ്ങിയിട്ട് കാലം കുറേയായി. പിന്നെ അദ്ദേഹം ഒരു അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് സൗമ്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു ഒരു അവസരം കിട്ടുന്നവരെ കാത്തിരുന്നു. VS-ന്റെ വേർപാട് സൃഷ്ടിച്ച ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നു, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ സുരേഷ് കുറുപ്പിനെ പോലെ ഒരാൾ UDF-ലേക്ക് വരികയും UDF-ന്റെ ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ തന്നെ ഒരു ചലനം സൃഷ്ടിക്കും. UDF-ന് രാഷ്ട്രീയമായിട്ട് വലിയ നേട്ടമാവും. താങ്കൾ ഇത് പറഞ്ഞു, ഇത് തടസ്സം നിൽക്കുന്നത് സുരേഷ് കുറുപ്പിന്റെ തീരുമാനം തന്നെ ആയിരിക്കുമെന്നാണ്. അദ്ദേഹം പെട്ടെന്ന് ഒരു ഇടതു പാളയം വിട്ട് UDF-ലേക്ക് എത്തുവാൻ താല്പര്യം കാണിക്കുവാനുള്ള സാധ്യത, അത് മാത്രമാണ് താങ്കൾക്ക് സംശയമുള്ളത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ CPM-ൽ അദ്ദേഹം ഒതുക്കപ്പെടുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമുണ്ട്. അദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ അവസാന ദിവസം വന്നതുപോലുമില്ല. മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തെ കണ്ടതേയില്ല സുരേഷ് കുറുപ്പിനെ. ജില്ലാ കമ്മിറ്റിയിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ CPM-മായി അദ്ദേഹം അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ല. അദ്ദേഹം അഭിഭാഷക വൃത്തിയിലിടയ്ക്ക് ശ്രദ്ധ ഊന്നുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ആ ഒരു